ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ 9-ാം തീയതി റിലീസാവുകയാണ്. പക്ഷേ അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് പ്രതിസന്ധിയിൽ നിൽക്കുക. ഇപ്പോൾ സാധാരണ വിജയ് സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പം ഒരു ഓളമുണ്ട്. വിജയ് സിനിമയുടെ കിട്ടുന്ന ഒരു ട്രെയിലറിൻ്റെയും ആ ഒരു ഓളം ഈ ലാസ്റ്റ് പടം തളപതി വിജയണ്ണൻ്റെ ലാസ്റ്റ് പടമാണ് ജനനായകൻ. അതിന് കിട്ടുന്നില്ല. അത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിയേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഫീഷ്യലി ഇപ്പോൾ ഒഫീഷ്യലി അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാരണം ചിലപ്പം ഈ ഒരു വീഡിയോ ചില ചില വിജയ് ഫാൻസുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ഷേപിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാനും എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞാനും ഒരു ഫാൻ തന്നെ. പക്ഷേ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫാൻസിൻ എന്നൊരു ഭാഗം ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് സിനിമ കാണുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടർ ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഒരു സിനിമയിൽ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. പിന്നെ നിലവിൽ 2026 വിജയുടെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രജനീകാന്തിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഫാൻ ഫോളോയിങ് വിജയ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായം എടുത്ത് നോക്കുകയാണെങ്കിൽ കത്തി കഴിഞ്ഞിട്ട് 2014 കത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2026 എടുത്ത് പോകുകയാണെങ്കിൽ ഇപ്പം കത്തി ഇറങ്ങി കഴിഞ്ഞ് 10-12 വർഷമാകുന്നു. അപ്പോൾ ആ കത്തി കഴിഞ്ഞിട്ട് ഈ 12 വർഷത്തിനിടയ്ക്ക് വിജയ് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം ഓരോ സിനിമ ഇറങ്ങത്തുള്ളൂ. പക്ഷേ ആ 12 വർഷത്തെ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ബേസിൽ വളരെ മോശമായിരിക്കും. എല്ലാ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു പടങ്ങൾ എന്നുവെച്ചാൽ വിജയ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് വാരി ഉടുത്ത് നെഗറ്റീവ് അടിച്ച് പടങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആ ഒരു പടം ആവറേജ് അല്ലെങ്കിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റാർഡും അത്രയും ഉണ്ടായിട്ട് തന്നെ. കാരണം വാരി ഉടുത്ത സിനിമകളുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ പടങ്ങളിൽ ഇപ്പം അതിനകത്ത് ഡയറക്ടറല്ല, പ്രൊഡ്യൂസറല്ല, അതിൻ്റെ സ്റ്റോറി ബേസില്ല, സ്റ്റോറി ബോർഡല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആ ഒരു പടം മുങ്ങി താഴ്ന്നു പോകാതെ പിടിച്ചൊന്ന് പൊക്കിയെടുക്കണമെങ്കിൽ അത് ഒരു സ്റ്റാർഡം മാത്രമേ ഉള്ളൂ. അത് വിജയ് എന്ന് പറഞ്ഞൊരു ഫാക്റ്റ് മാത്രം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഉറപ്പ് തരാം, ഈ കത്തി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമകൾ അതിനകത്ത് കുറച്ച് പടങ്ങളേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫ്, ലിയോയുടെ ഫസ്റ്റ് ഹാഫ്. ലിയോയ്ക്കകത്ത് നമുക്ക് ആ പാർത്ഥിവൻ എന്ന് വെച്ചാൽ വിജയ് നമുക്ക് കാണാനേ പറ്റത്തില്ല. വിജയുടെ ആ ആറ്റിറ്റ്യൂഡ് ഫുള്ളി മാറ്റിയിട്ടുണ്ട് മാസ്റ്ററിനകത്ത്. ആ ലോകേഷ് കനകരാജ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിജയെ ഒന്ന് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജ. അത് അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം അത് സാധാ ഒരു വിജയ് പടമായിട്ട് മാറുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്കിഷ്ടമാണ്. ഈ ഒരു പടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിജയ് സിനിമകൾ എന്ന രീതിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ വിജയുടെ സിനിമയുടെ കുഴപ്പമെന്ന് പറയുന്നത്. ഇപ്പം 10 വർഷം 12 വർഷം എടുത്തിട്ടും ഈ പടങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഉറപ്പ് പറയാം, വേറെ ഏത് ആക്ടറെ കൊണ്ട് ഈ വിജയ് ചെയ്ത പടങ്ങൾ ചെയ്യിച്ചാലും അത് ഫസ്റ്റ് ദിവസം വാഷ് ഔട്ടായി പോകും. ആ വാഷ് ഔട്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രയേ ഉള്ളൂ. ആ ക്വാളിറ്റി ഒരു ആവറേജ് അല്ലെങ്കിൽ ഹിറ്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ സ്റ്റാർട്ടും തന്നെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ലിയോയും ഇപ്പം കഴിഞ്ഞ മാസ്റ്ററും അതൊക്കെ ഉള്ളൂ എല്ലാ ഓഡിയൻസും അംഗീകരിച്ച പടങ്ങൾ. അപ്പോൾ ഈ പടത്തിൽ തന്നെ വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇപ്പോൾ ഒരു പടം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഈ മാസ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിയോയുടെ സെക്കൻഡ് ഹാഫിൽ ആ ഫ്ലാഷ് ബാക്ക് വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഗോട്ടിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് വേസ്റ്റാണ്. ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫസ്റ്റ് ഹാഫ് ഫുള്ള് വേസ്റ്റ്. ഈ പടങ്ങൾ മൊത്തം നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും അത് നശിപ്പിക്കാൻ കാരണം ഈ വിജയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു പടം ഇറക്കുമ്പം ആ ഒരു ആക്ടറെ നോക്കാതെ ആ ഒരു പടത്തിൻ്റെ ക്വാളിറ്റി എങ്കിലും മിനിമം കാണിക്കാൻ നോക്കണം. അത് തന്നെയാണ്. അതിപ്പം വിജയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി എത്ര ചെയ്താലും പുള്ളിയുടെ ആ സ്വഭാവം വിട്ട് പുള്ളി വേറെ അഭിനയിക്കത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ എത്ര വർഷം കൊണ്ട് ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോഴും, കാരണം കത്തിയും അതിനു മുമ്പ് കൂടുതലും പുള്ളി ചെയ്യുന്ന റീമേക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ 2010 സുറ കഴിഞ്ഞിട്ട് കാവലൻ, വേലായുധം, നൻപൻ വരെ, 3DXൻ്റെ നൻപൻ വരെ എനിക്ക് ഇഷ്ടപ്പെട്ടെ. വിജയ് നമുക്ക് അതിനകത്ത് ഒരു നോർമൽ മനുഷ്യനായിട്ട് വിജയ് നല്ല രീതിയിൽ ചെയ്തൊരു സിനിമയാണ് നൻപൻ റീമേക്കിൽ. പിന്നെ പുള്ളി നല്ല സ്ക്രിപ്റ്റ് എടുത്ത് എന്നിട്ട് നല്ല റീമേക്ക് അല്ലാതെ പുതിയ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യാൻ നോക്കി. അത് തന്നെ വിജയ് അവിടെ തൊട്ട് വിജയുടെ കരിയർ എടുത്ത് നോക്കിയാൽ മതി. തുപ്പാക്കി തൊട്ട് വിജയുടെ കരിയർ ഗ്രോത്ത് കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഏറെക്കുറെ പല പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് പടം ജനനായകൻ എടുത്തപ്പോഴും അത് ഇപ്പം ഭഗവന്ത് കേസരിയുടെ റീമേക്കാണെന്ന് പറയുന്നുണ്ട്. അതിപ്പം ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് സാമ്യം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പടം ഭഗവന്ത് കേസരി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ഉള്ളൊരു
കച്ചറപ്പടം എന്ന് വെച്ചാൽ ചെറിയൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും പുള്ളിക്ക് ഈ റീമേക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം കുറേ പേര് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വിജയണ്ണൻ്റെ പടവാ, ലാസ്റ്റ് പടവാ, ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം, അല്ലാതെ സ്റ്റോറി ഒന്നും നോക്കണ്ട, അങ്ങനെ നോക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവിടെ വിജയ് ഇത്രയും നാൾ 33 വർഷം വിജയ് രാഷ്ട്രീയമല്ലല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും അല്ലായിരുന്നു. നല്ലൊരു സ്റ്റോറി എടുത്ത് ഇപ്പം ലോകേഷിൻ്റെ അടുത്തോ അങ്ങനെ നെൽസൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പടത്തിന് നല്ലൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു അഭിനയ പ്രാധാന്യമുള്ളതും കൊമേഴ്ഷ്യൽ പടം കൊണ്ട് ചേർന്ന് വരുന്ന സ്റ്റോറികളുണ്ട്. ആ കത്തിയൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറി എടുത്ത് എന്ന് വെച്ചാൽ ഈ ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫാൻസിനും പെടാതെ സിനിമ ഇഷ്ടപ്പെടുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. അവരെ ഇഷ്ടപ്പെട്ടാലേ പടത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയെ കളക്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ലിയോയാണ്. ആ ലിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയ് എന്നുള്ളൊരു ആക്ടറെ നല്ല രീതിയിൽ അതിനകത്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടിയത് 60 കോടിയാണ് എന്ന് പറഞ്ഞ് കേരളത്തിലറിയാം വിജയ് ഫാൻസിന് വിജയ് നല്ലൊരു ഫോളോവേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് കേരളം. അപ്പോൾ ഈ ഒരു കേരളത്തിന് ലിയോ അല്ലാതെ ബാക്കിയുള്ള പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 22 കോടിയെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ 22 കോടി കളക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാൻസ് ഉണ്ടായിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പടങ്ങളൊന്നും ഇത്രയും കളക്ട് ചെയ്യത്തില്ല. ഏറ്റവും കളക്ട് ചെയ്തത് എനിക്കൊന്ന് വാരിസും ഒക്കെ ഉള്ളൂ തോന്നുന്നു, 13 കോടിയൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്കും ഫസ്റ്റ് ഡേയിൽ നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയ പടങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തോ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ടെങ്കിലേ പടം ഹിറ്റാകത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ലാസ്റ്റ് പടം ഫാൻസുകാർക്ക് വേണ്ടി ചുമ്മാതെ തട്ടിക്കൂട്ടി, ഇതെനിക്ക് ഒരു തട്ടിക്കൂട്ടൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പുള്ളി രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം എന്ന് അല്ലെങ്കിൽ പുള്ളിക്ക് കൂടെ തോന്നണമായിരുന്നു എൻ്റെ ലാസ്റ്റ് പടമാണ്, അല്ലെങ്കിൽ ഇതേപോലെ എല്ലാ ഓഡിയൻസിനും ഒന്ന് കാണണം, അപ്പോൾ അതനുസരിച്ച് ഞാനൊരു പടം ചെയ്യണം. അത് ചെയ്ത് എല്ലാവരും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാൻ പറ്റുമെന്ന് തെളിയിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ വിജയുടെ ഒരു രീതിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ വിജയ്ക്ക് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഓഡിയൻസിൻ്റെ നെഗറ്റീവ് ഇത്രയും വിജയ്ക്ക് വരാൻ കാരണം. അപ്പോൾ എനിക്കും ഈ ഭഗവന്ത് കേസരി ഒരു റീമേക്ക് പടം അല്ലാതെ പുള്ളി വേറൊരു പടം എടുത്ത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമ സ്റ്റൈല് ട്രെൻഡ് സെക്ടർ എന്ന് പറയുന്നത് വയലൻസ്, സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റേ അല്ല, ഏറ്റവും കൂടുതൽ ചോര കാണിക്കുകയും നമ്മുടെ ശരീരത്ത് വെട്ടിമുറിക്കുന്നതും പിന്നെ സെക്ഷുവലൊക്കെ പച്ചയ്ക്കൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് കൊടുക്കുന്നത്. ഇപ്പം പ്രതിസന്ധി നിൽക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പടം ആദ്യമേ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. ആ പടം ഞാൻ ആഗ്രഹിക്കുന്നതും ഈ ഭഗവന്ത് കേസരി എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ വിജയ് ഒരു നന്മമരം കളിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് തത്വം പറച്ചിൽ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫുള്ളൊരു വയലൻസ് പടമാണെങ്കിലും ഞങ്ങൾക്ക് അത് മതിയായിരുന്നു. അതായത് ഈ ഓഡിയൻസിന് ഫുള്ള് വയലൻസ് സർട്ടിഫിക്കറ്റ്. ഇപ്പം ഇറങ്ങിയ ദുരന്തർ സർട്ടിഫിക്കറ്റ് പടം കിട്ടിയിരിക്കുന്നത് ഇന്ത്യ ചൈന വാറിൻ്റെ ഇന്ത്യ പാക് വാറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഫുള്ള് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത് മറ്റേ പടത്തിനായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതെന്തോ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടല്ലേ. സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് മാത്രമല്ല ആ പടം കാണുമ്പോൾ ഫീലാവും. അതേപോലെ ഒരു പടം വരണമെന്നായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ വിജയ് പടത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മോശമെന്ന് പറയുന്നത് ആ പരിപാടിയും എനിക്കിഷ്ടമല്ല. കാരണം വിജയ് പടം എന്ന് പറഞ്ഞൊരു സാധനമില്ല. വിജയ് പടം എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ സമയത്ത് ഇപ്പം നല്ല പടത്തിൻ്റെ പുറയിലാണ് ഓഡിയൻസ് പോകത്തുള്ളൂ. അല്ലാതെ ഈ ഒരു ഫാൻസ് ബേസിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, സിനിമയെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ഇറങ്ങിയാലേ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ജനനായകൻ ഇപ്പം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് കൊച്ചു പിള്ളേരും ഫാമിലിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് മാറ്റി കുറേ വെട്ടി കുറച്ച് കട്ടൊക്കെ ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. അത് ആ ഒരു പടം നല്ല രീതിയിൽ ഇപ്പോൾ വയലൻസ് നിറഞ്ഞ പടമാണ് എന്ന് ഒരു ഫോക്കസ് കൊടുത്ത് ഇറക്കണം ലാസ്റ്റ് പടം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം രണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവന്ത് കേസരി തന്നെയാണ് ഒന്നാമത്തെ നെഗറ്റീവ്. ഈ പടം പോകാതിരുന്ന ഭാഗ്യം. വിജയുടെ പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അവസാനത്തെ ഒരു 20 മിനിറ്റ് ഇമോഷൻ ഉണ്ട്, കരച്ചിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇതിലായിരിക്കും ഈ ഒരു പടം കണക്റ്റ് ആകാൻ പോകുന്നത്. അല്ലാതെ പടം ബേസിൽ ഈ ഒരു പടം എനിക്ക് ഈ ഭഗവന്ത് കേസരി ആയാലും എന്തുമായാലും വിജയുടെ അതിനകത്ത് ആക്ഷൻ സീനൊക്കെ കണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴും ആക്ഷൻ സീൻ ലിയോയ്ക്കകത്ത് മാർക്കറ്റ് ഫൈറ്റാണ്. അപ്പോൾ ഒരാളെ ഇടിക്കുമ്പോൾ ഇടിയായിട്ട് തോന്നണം, അല്ലാതെ ഒരു അമാനുഷിക ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം അല്ല ഇപ്പോൾ. ഇതൊക്കെയാണ് വിജയ് സിനിമ നേരിടുന്ന പ്രശ്നങ്ങൾ. വിജയ്ക്ക് വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്ത് കുറച്ച് മാറ്റുന്നുണ്ട്. ജനനായകൻ വരുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ എങ്ങനെ ഓടുമെന്ന് എനിക്കറിയത്തില്ല. അവൻ തമിഴ്നാട്ടിൽ ഓടുമായിരിക്കും, വിജയ് ബ്രാൻഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ തമിഴ്നാട്ടിൽ ഓടുമായിരിക്കും. ഇവിടെ ഓടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ ഓഡിയൻസ് അറിയാമല്ലോ, വിജയ് എന്ന് പറയുന്ന കുറേ ഓഡിയൻസ് വേറെ ഉണ്ട്. പക്ഷേ അത് ന്യൂട്രൽ ഓഡിയൻസ് വേണം, എങ്കിലേ പടം ഹിറ്റാകത്തുള്ളൂ. ലിയോയ്ക്കകത്തൊക്കെ ന്യൂട്രൽ ഓഡിയൻസ് ഇഷ്ടം പോലെ പേര് അവർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് പടം 60 കോടി കളക്ട് ചെയ്തത്.
ന്യൂട്രൽ ഓഡിയൻസിനെ കണ്ടാലേ പടം ഹിറ്റാകത്തുള്ളൂ. അല്ലാതെ വിജയ്ക്ക് വേണ്ടി ആക്കി കഴിഞ്ഞാൽ പടം ഹിറ്റാകത്തില്ല. അത് ഇപ്പം ഇറങ്ങട്ടെ, ഞാൻ റിവ്യൂ സിനിമ കണ്ടിട്ട് ഞാൻ പറയാം. പിന്നെ വേറൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വിജയാണ് ലാസ്റ്റ് പടമാണ്, അഭിനയിക്കുമ്പം അഭിനയം നിർത്തുന്നതിന് സങ്കടമുണ്ടോ, വിഷമമുണ്ടോ, കരച്ചിലുണ്ടോ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ കൊച്ചുനാളിൽ തൊട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു ആക്ടറാണ്. ഞാൻ തമിഴ് സിനിമ കേട്ടാൽ മനസ്സിലാവുന്നത് തന്നെ, അല്ലെങ്കിൽ സംസാരിക്കാൻ മനസ്സിലാവുന്നത് തന്നെ വിജയുടെ സിനിമ കണ്ട് തന്നെ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ വിജയ് ഇത്രയും നാൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഒരേ പടമാണ്. അപ്പോൾ ഇനി വിജയ് തുടർന്നാലും ആ ഒരു പടം തന്നെ ഇറക്കത്തുള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് പഴയ പടങ്ങളുണ്ടല്ലോ, അത് തന്നെ കാണുന്നതിൻ്റെ കുട്ടികൾ പുതിയ പടം കണ്ടാലും ഒരു മാറ്റവും കാണത്തില്ല. അതല്ലെങ്കിൽ തോന്നണമെങ്കിൽ പുള്ളി അതേപോലെ മാറ്റി വേറെ പടം എടുക്കാൻ പുള്ളിക്കൂടെ ഒരു മനസ്സ് വേണമായിരുന്നു. 2014 ശേഷം 10 വർഷത്തിനകത്ത് ഈ സൗത്ത് ഇന്ത്യ ഇൻഡസ്ട്രി മൊത്തം ഫോക്കസ് ചെയ്ത് വിജയ് ആ ഒരു 10 വർഷത്തിനകത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് എടുത്ത് ചെയ്യാൻ തോന്നിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇറക്കിയാലും പുള്ളി ഈ ഒരു സെയിം പാറ്റേൺ തന്നെ, അടിയും പിടിയും വെട്ടും കുത്തും. വിജയുടെ ഡാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിന് അതൊന്നും വേണ്ട. അപ്പം ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് പടം, എൻ്റെ കൊച്ചുനാളത്തെ കൂട്ടാന്നോ ഇപ്പോഴത്തെ ഓഡിയൻസ്, ഇപ്പോഴത്തെ പിള്ളേർ പടം കണ്ടുന്നത്, അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയ് ഇപ്പോൾ ഇനി പടം ഇറക്കിയാൽ ഈ ഒരു പടം തന്നെ, ഇനിയുള്ള പടം തന്നെ വരാൻ പോകുന്നുള്ളൂ. അതിനെക്കാട്ടിലും കണ്ട് ആവുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം നിർത്തുന്നതിലും വലിയ കുറ്റമൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ രാഷ്ട്രീയത്തിലെങ്കിലും ഒന്ന് പച്ച പിടിക്കട്ടെ. ഇപ്പം മെയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അതിനകത്ത് നല്ല ഒരു പൊസിഷൻ ആവട്ടെ, ഒരു CM ആവട്ടെ എന്ന് പറയാം. പിന്നെ ജനനായകൻ, ഞാൻ ഇമോഷൻ വെച്ചല്ല ഞാൻ കാണുന്നത്. ഞാൻ നല്ലൊരു സിനിമയും കൂടെ ക്വാളിറ്റിയും കൂടെ നോക്കും. അല്ലാതെ ഇമോഷൻ വെച്ചാണെങ്കിൽ ലാസ്റ്റ് പടം സിനിമയായിട്ട് ഇറക്കണ്ടല്ലോ, പുള്ളിയുടെ കുറേ ഫോട്ടോസും കുറച്ച് അല്ലാതെയും കൂടെ വെച്ചങ്ങ് ഇറക്കിയാൽ മതിയല്ലോ. അപ്പോൾ സിനിമയുടെ ക്വാളിറ്റിയുടെ അഭിപ്രായമായിരിക്കും ഞാൻ പറയുന്നത്, അല്ലാതെ ഇമോഷൻ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പടം കാണാൻ പോകും, അതിനകത്ത് റിവ്യൂ ഇടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.